ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് അമ്മയ്ക്കൊരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു കൊടുക്കാനാണ്. സാധാരണ ഇവിടെ വന്നിട്ട് നോക്കാമെന്നും പറഞ്ഞ് വരണ എല്ലാ സാധനവും എടുക്കും. അപ്പോൾ അതുപോലെ അത് എടുത്തു. അതായത് നമ്മൾ കഴിഞ്ഞ തവണ ഒരു ടി വി നോക്കാൻ വന്ന് ടി വി നോക്കി, പക്ഷെ ടി വി വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ അതെടുത്തതിൻ്റെ ക്ഷീണം തീർക്കാൻ ഓരോ കരിക്ക് ഷീറ്റ് റെഡി ക്യാഷ് EMI ആണ്. അതുകൊണ്ട് അത് നാളെ ഡെലിവറി നാളെ ആവുമെന്നാണ് പറഞ്ഞത്. നാളെ വന്നാൽ കൊള്ളാം. മസ്റ്റ് ട്രൈ സാധനം ഇവിടുത്തെ കരിക്ക് ഷേക്ക്. എത്ര കുടിച്ചാലും മതിയാവേയില്ലേ. കണിയാരത്തുള്ള അജ്മൽ കിച്ചൺ, അപ്പുറത്തൊരു അജ്മൽ റെസ്റ്റോറൻ്റ് ഉണ്ട്. കണിയാരത്തുള്ള അജ്മൽ കിച്ചൺ. ഈ കളവയും കൊണ്ടുവന്ന ഇതാണ് കേൾക്കാൻ അക്ഷരസ്ഫുടത. ഇതെല്ലാവരും അക്ഷരസ്ഫുടത നോക്കി തന്നെ സംസാരിക്കണം. അക്ഷരസ്ഫുടത നോക്കി സംസാരിക്കേണ്ടടുത്ത് അക്ഷരസ്ഫുടത നോക്കി സംസാരിക്കണം. ഇങ്ങനെ ഇരിക്കുമ്പോൾ അക്ഷരസ്ഫുടത നോക്കി സംസാരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സാംസങ്ങിലെടുത്ത സാംസങ്ങിൻ്റെ സെമി ഓട്ടോമാറ്റിക് ഒരു വാഷിംഗ് മെഷീൻ കൂടി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒരു ഹാരിയറിൻ്റെ ടി വി എടുത്തു. ഹാരിയർ കാറല്ലേ, ഹയറിൻ്റെ ഒരു ടി വി എടുത്തു. ടി വി നോക്കാൻ വന്നതാണ്. വെറുതെ ചന്തയിൽ മലക്കറി വാങ്ങിക്കാൻ വന്നപ്പോൾ ടി വിയും കൂടി നോക്കിയിട്ട് പോകാമെന്നും പറഞ്ഞ് വന്ന് ടി വി വാങ്ങിച്ചുകൊണ്ടൊക്കെ പോയി. കാശിൻ്റെ കഴപ്പാണ്. അപ്പോൾ എന്തായാലും നാളെ സാധനം വീട്ടിൽ വരുമെന്നാണ് പറഞ്ഞത്. അപ്പം നാളെ വന്ന് ഫിക്സ് ചെയ്യണ സമയത്ത് ഫിക്സ് ചെയ്യാനൊന്നുമില്ല, ഒരു പൈപ്പ് എടുത്ത് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിന് മറ്റേ കണക്ഷനൊക്കെ ഇടണ്ടേ. അപ്പം ഈ ജ്യൂസ് കുടിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോവാം. എന്നിട്ട് നാളെ വരുമ്പോൾ ഉള്ള വീഡിയോ എടുക്കാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും. ശരി എന്നാൽ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നലെ പറഞ്ഞ കണക്ക് ഇന്ന് വാഷിംഗ് മെഷീൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് പൊളിച്ചിട്ട് മോഡൽ ഏതെന്ന് കാണിച്ചു തരാം. പറിച്ച് മൊത്തം പൊളിച്ച് നമ്മളെ രംഗത്തെ വലിച്ച് ഗീറ വെട്ടി ആവശ്യമുള്ളതുകൊണ്ട് മര്യാദയ്ക്ക് പൊളിക്കണമെങ്കിൽ നല്ലത്. അല്ലാണ്ട് വലിച്ചു വലി നമ്മളെ രീതിക്ക് പൊളിച്ചു കഴിഞ്ഞാൽ എല്ലാം 4 നൂലായിട്ട് പോകും. അപ്പോൾ ഇതന്നെ അതിൻ്റെ ബോൾ ഭാഗത്തിരിക്കുന്ന പാൻസ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഇത് വാഷിംഗ് മെഷീൻ പൊക്കിയെടുക്കുമോ അത് ബേസ് ബോർഡ് കയറുമോ? അടി പൊട്ടിച്ചെടുക്കാം. അടി പൊട്ടിക്കണമെങ്കിൽ ചരിക്കണ്ടേ. ഇത് പൊട്ടിയിരിക്കുകയല്ലേ, ചുമ്മാ ഇളക്കിയാൽ മതി. കണ്ടാ എടാ ബുദ്ധിമാനെ, നിനക്ക് പൊട്ടിക്കാൻ ആര് പറയുന്നു? അയ്യോ പക്ഷേ ഇതാണെന്നുണ്ട് 7.5 കിലോയുടെ 7 കിലോയുടെ വാഷിംഗ് മെഷീൻ തിരിഞ്ഞു പോയി. 7.5 കിലോയുടെ വാഷിംഗ് മെഷീൻ. ആദ്യമേ മൂട് കാണിച്ചതിൽ വ്യക്തത കാണിക്കുന്നു. മൂട് കാണിക്കുമെന്ന് വിചാരിച്ചില്ല, പക്ഷെ കൊണ്ടുവച്ച് തിരിച്ചു കഴിയില്ലാണ്. അപ്പോൾ എന്തായാലും മൂടി തുടങ്ങാം. ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് ഓഫ് ദ വാഷിംഗ് മെഷീൻ. വാഷിംഗ് മെഷീൻ്റെ ബാക്ക് സൈഡ്. ഫ്രണ്ട് സൈഡ് സാംസങ്ങിൻ്റെ വാഷിംഗ് മെഷീനാണ് എടുത്തേക്കണം. എത്ര 4 കൊല്ലം മറ്റേ ഫുൾ മോട്ടർ 5 കൊല്ലം മോട്ടർ വാറണ്ടി അങ്ങനെ ഇങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ 4 കൊല്ലം 2 കൊല്ലം കമ്പനി വാറണ്ടി, എക്സ്റ്റെൻഡ് ചെയ്ത 2 കൊല്ലം വാറണ്ടി.
ഇതെല്ലാം കൂടി 4 കൊല്ലം 5 കൊല്ലം മോട്ടർ വാറണ്ടി അങ്ങനെ എന്തൊക്കെയുണ്ട്. പോയിട്ട് ആ തുണി ചാക്കി കയറ്റി ഇതെല്ലാം പൊളിക്കട്ടാണോ? ഇനി ആര് വരെ ആര് വരും? ഇതില് ചെയ്യാനൊന്നും ഇല്ല. ഇതില് ഹോസ് വാങ്ങി ഇതില് കൊടുക്കുക, കറണ്ടിന്റെ കണക്ഷൻ ഇടുക, അത് കൊടുക്കുക. ചെയ്തു തരാനൊന്നും ആരും വരില്ല. ഇനി ആര് വരാൻ ചെയ്തു തരാൻ? വാഷിംഗ് മെഷീൻ ഇത്രേ ഉള്ളൂ. വിളയി പറഞ്ഞേ അതൊന്നും എനിക്കറിയില്ല. ഞാൻ അവരുടെ ഇതില് മറ്റേ മാനുവല് അത് വേണ്ടേ. വാഷിംഗ് മെഷീൻ്റെ മാനുവല് ഇത് വന്നിട്ട് എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതും വാഷിംഗ് മെഷീനിൻ്റെ എന്തൊരു പേപ്പറാണ്. ഇത് വന്നിട്ട് ഇതിൻ്റെ മേളിടാനുള്ളേ ഇരിക്കില്ലേ ആണെന്ന് തോന്നുന്നു. ഇത് ഇടാനുള്ളേ എന്തെങ്കിലും ഇടാനുള്ളേ ലക്ക അവസാനം ഉപയോഗിച്ചിരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് വന്നിട്ട് ഇങ്ങോട്ടോ, ഇത് വന്നിട്ട് തുണി സ്പിൻ ചെയ്ത്, ഇത് സെമി ഓട്ടോമാറ്റിക്കാണ്, ഫുള്ളി ഓട്ടോമാറ്റിക് അല്ല. അപ്പൊ ഇത് വന്നിട്ട് ഇത് സ്പിൻ ചെയ്ത് മറ്റേ തുണി കുറച്ച് തോർത്തി എടുക്കാം, കുറച്ച് ഉണക്കിയെടുക്കാം. നീ അതിനകത്ത് ഇരുട്ട് മാത്രമേ കാണും. കുറച്ച് ഉണക്കിയെടുക്കാനുള്ള സെറ്റപ്പാണിത്. അങ്ങനെ ഇത് ഇങ്ങനെ ഇടാനുള്ളതെന്ന് അത് ഇങ്ങനെ വെക്കാറുള്ളൂ. അത് ഇത് ഇങ്ങനെ ഇങ്ങനെ എന്തോ സ്കീമാണ്. അങ്ങനെ എന്നു അപ്പൊ അവിടെ ഇത് അപ്പൊ ഇതിലുള്ള ഇത് കോപ്പി ഇടേണ്ട സാധനവും ഇത് ഉണക്കാവുള്ളത്. അതായത് തുണി കഴുകി കഴിഞ്ഞ് ഇതിലെടുത്തിട്ട് ഉണക്കാവുള്ളത്. അത് പറഞ്ഞുതരാം വീട്ടിൽ. എന്നിട്ട് ഇത് വന്നിട്ട് ബുക്കും പേപ്പറും ഒക്കെ അതൊന്നും നമുക്ക് ആവശ്യമില്ല, നമ്മളത് നോക്കാറില്ല. ബുക്ക് പണ്ട് ഇഷ്ടമല്ല. ഇത് വന്നിട്ട് അതിൻ്റെ മേലെ വന്ന് അടുത്ത സ്പോഞ്ച്, അതും ആവശ്യമില്ല. ഇതിലാണ് ഊരി പറഞ്ഞ അടപ്പാണ്. നോക്കി കണ്ട കൂരണം പൊട്ടും. ഇതാണ് വലിയ 7.5 കിലോ. എടാ അകത്ത് പോലടാ, ഇരുട്ടടാ. അല്ല, അകത്തോട്ട് കയറ്റിയപ്പോൾ ചെറുതായിട്ട് കണ്ടു. നീ മറ്റേ സുഭാഷേ എന്ന് വിളിക്കിങ്ങനെ കൈ പോകും. വേണ്ട ഇപ്പൊ കാണാം. ഇതിപ്പം ഇത് ഇവിടെ വരെ നനയ്ക്കാവും, ഈ ഒരു പോയിന്റ് വരെ. കുറച്ച് പൊക്കി പിടിയടാ. പൊക്കി പിടിച്ചാൽ കാണൂലൊന്നും. ചാന്റെ കൈ പോലും കാണിച്ചേ ഒരു ഏകദേശം ഒരു ഇത് കാണാനില്ല. ഇരുട്ടല്ലേ, ലൈറ്റ് കൂടെ കാണാം. നീ അങ്ങനെ അകത്ത് വെക്കണം. ഇങ്ങനെയാണ് നീ വെച്ചിരുന്നത്. അപ്പൊ ഇരുണ്ടാണ് നിന്ന് ഇങ്ങനെ വയ്യെങ്കിൽ ഇതുവരെയാണ് കേട്ടാ വയ്ക്കാറുള്ള. പറഞ്ഞൊന്നുമില്ല ഇല്ലേ, ഓരോന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇത് 7.5 കിലോ വരെ ഇതിനകത്ത് ഇടാം. അച്ചു നനയ്ക്കും. വാഷിംഗ് മെഷീൻ എടുത്ത് തന്നതേ നനയ്ക്കണ കുറയ്ക്കാനാണ്. ഇതിൽ മറ്റേ വാഷ്, പിന്നെ ടൈം, പിന്നെ മറ്റേ ജെന്റില, നോർമല, പിന്നെ റൈസ, ഷൈന, അത് ഓണ, ഐഫ, ടൈം, അങ്ങനെ എന്തൊക്കെ ഉണ്ട്. മെയിൻ കോഴ്സ് അടപ്പാണ്. ഇതിങ്ങനെ തോട്ടാൻ പറ്റില്ല, ഇങ്ങനെ ഊരി എടുക്കാനേ പറ്റും, അങ്ങനത്തെ ഒരു സാധനം. പിന്നെ വന്നിട്ട് പറഞ്ഞത് 2 പൈപ്പ്. ഒരു പൈപ്പ് വന്നിട്ട് ഒരു പൈപ്പ് ഇതിൽ കൊടുക്കാനുള്ളത്. അതായത് ഈ പൈപ്പായിരിക്കും ഇതിലോട്ടുള്ള വെള്ളം ഇൻടേക്ക് ചെയ്യണം. അതായത് മറ്റേ ഓസിന്ന് നമ്മളെ നല്ല വെള്ളം ഇതിനകത്തോട്ട് വരണത്. ഇത് വന്നിട്ട് നമ്മളെ വെളിയിൽ കളയണം. മറ്റേ ഈ ബാക്കി വരണത് ഈ സംഭവം ഇതിൽ കൊടുക്കാറുള്ള ഈ ബാക്കി പറഞ്ഞ വേസ്റ്റ് വെള്ളം കളയുള്ള സെറ്റപ്പാണ്. ഇതിനെ ഒരു പൈപ്പ് വാങ്ങിച്ച് എക്സ്റ്റെൻഡ് ചെയ്യണം. അതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ കഥ. ഇപ്പോൾ വാങ്ങിക്കണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചില്ല. ബട്ട് മമ്മിക്ക് സാരമായ നടുവേദനയും കാലുവേദനയും മൂലം വാങ്ങിക്കേണ്ട പ്രസരത്താൽ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന സാധനമാണ്. മമ്മിജി ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു. അത് നമുക്ക് ലാസ്റ്റ് ചോദിക്കാം. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് വന്നിട്ട് 4100. പിന്നെ EMI ആയിട്ട് എടുത്തുകൊണ്ട് എല്ലാം കൂടി ഒരു 15 റേഞ്ച് ആവും. 15 റേഞ്ച് ആവും. പ്രോസസ്സിങ് ഫീ, ആ ഫീ എന്ന് പറഞ്ഞാൽ മറ്റേ എന്തൊക്കെ ഫീസ് പറയാൻ പറ്റും.
അപ്പോൾ അതെല്ലാം അടച്ച് തീരുമ്പോൾ ഒരു 9 മാസം കൊണ്ട് അത് തീരും. അപ്പോൾ വാഷിംഗ് മെഷീൻ നമുക്ക് സ്വന്തമാകും. അതുവരെ EMI വാഷിംഗ് മെഷീൻ. അപ്പോൾ അത്ര തന്നെ. ദിസ് ഈസ് ദ വാഷിംഗ് മെഷീൻ ദാറ്റ് വി ബോട്ട്. ഇറ്റ്സ് ഗുഡ് ലുക്കിംഗ്. സാംസങ്. ഓൺലൈനിൽ നോക്കിയപ്പോൾ സാംസങ് ആണ് കുറച്ചും കൂടി ബെറ്റർ ക്വാളിറ്റി എന്ന് പറയുന്നു. പിന്നെ ഓട്ടോമാറ്റിക് എടുത്തില്ല. ഓട്ടോമാറ്റിക് എടുക്കാത്തതിൻ്റെ കാരണം അമ്മയുടെ കൂട്ടുകാർ ഉപയോഗിച്ച എല്ലാ ഓട്ടോമാറ്റിക്കും അമ്മയുടെ 2-3 ഫ്രണ്ട്സ് റെക്കമെൻഡ് ചെയ്തു. ഓട്ടോമാറ്റിക് ഭയങ്കര കംപ്ലൈൻ്റ് ആണ്, വാറണ്ടി ഉണ്ടെങ്കിലും പെട്ടെന്ന് ചീത്താവും, പിന്നെ അത് മാറി കിട്ടാനൊക്കെ ഭയങ്കര പാടാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഓട്ടോമാറ്റിക്കിൻ്റെ പ്രശ്നം ഫുള്ളി ഡാമേജ് ആവുന്നു എന്നതുകൊണ്ടാണ് സെമി ഓട്ടോമാറ്റിക് എടുത്ത് അമ്മ നനച്ചിട്ട് കൊണ്ടുപോയി പിഴിഞ്ഞ് വിരിച്ചോളാന്ന്. ഫുള്ളായിട്ട് ഉണങ്ങി കിട്ടണ വേണ്ടെന്ന് പറഞ്ഞു. ഫുള്ളായിട്ട് ഉണങ്ങി കിട്ടുമല്ലോ, അത് ഉണങ്ങിയാലും നമ്മൾ തന്നെ അടുത്ത ബാക്കി ഇരിക്കുന്നത്. അതാണ് ഓട്ടോമാറ്റിക്കിൻ്റെ പ്രത്യേകത. അങ്ങനെ ഇല്ലേ? എന്താ എനിക്കറിയില്ല അതിനെ പറ്റിയൊന്നും. അതായത് ഓട്ടോമാറ്റിക്കിന് നമ്മളൊന്നും ചെയ്യണ്ട, ടൈമർ മാത്രം സെറ്റ് ചെയ്ത് അങ്ങനെ എന്തോ കണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഫുൾ ഡിജിറ്റലാണ്. ഇതേ കണക്കല്ല, ടൈമൊക്കെ സെറ്റ് ചെയ്ത് എന്തിനാണോ സെറ്റ് ചെയ്തിട്ട് പോയത് താനും അപ്പോൾ ഇത് നമ്മൾ നോക്കിയൊക്കെ വേണമെന്ന് അങ്ങനെ എന്തോ കണ്ടെന്ന് പറഞ്ഞു തന്നു. എന്തായാലും ഇത്രയേ ഉള്ളൂ. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ സാംസങ് 40,100 rupees. അതിന് കൊള്ളാം, കളർ കൊള്ളാം. വൈറ്റ് ബ്ലാക്ക് കിട്ടിയതിനെ കൊള്ളായിരുന്നു, പക്ഷെ ബ്ലാക്ക് കിട്ടിയില്ല. ബ്ലാക്ക് നോക്കി അവിടെ ഈ ഒരു പീസേ ഉള്ളൂ. ഇത് എടുത്തേക്കണം മയൂരി ഫർണിച്ചർ കണിയാപുരം. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അമ്മയുടെ അഭിപ്രായം കേൾക്കാം. എന്താണ് വാഷിംഗ് മെഷീനെ പറ്റി പറയാനുള്ള അഭിപ്രായം? നല്ല അഭിപ്രായം. ഒറ്റ വാക്കി പറയാതെ. വാഷിംഗ് മെഷീൻ എടുക്കാറുണ്ടായ കാരണം ഇവിടെ ഞാൻ കഴിവും. ഞാൻ ഈ ജോലിക്ക് പോയിട്ട് വന്നപ്പോഴല്ലേ കഴിവാത്ത ഈ പറ. അത് എടുത്തത് നല്ല സാധനമാണ്, ഉപയോഗിച്ച് നോക്കുമ്പോ അറിയാല്ലേ. ഇതുവരെ ഞാൻ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടില്ല. ഇവിടുത്തെ വാഷിംഗ് മെഷീൻ അയ്യോ ഇവൻ നനയ്ക്കുമല്ലേ? ഞാൻ നനച്ചിട്ടുണ്ടല്ലോ എത്ര നാള്. ഓ ഇപ്പൊ പണിക്ക് പോയതിനു ശേഷം നനയ്ക്കാത്തോണ്ട് മാത്രമാണ് ഈ പറയണേ. എന്തായാലും അത് നമ്മൾ വാഷിംഗ് മെഷീൻ എടുത്ത് സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ റിവ്യൂ ഇടാം. അപ്പൊ ഗൈസ് ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ, ചെറിയ വീഡിയോ ആണ്. വാഷിംഗ് മെഷീൻ അമ്മയ്ക്ക് എടുത്തു കൊടുത്ത വാഷിംഗ് മെഷീൻ നമ്മൾ അമ്മയ്ക്ക് എടുത്തു കൊടുത്തതിന്റെ ഒരു ചെറിയ വീഡിയോ അത്രേ ഉള്ളൂ. അത് നമ്മൾ നിന്ന് പിന്നെയാണ്. അപ്പോൾ ആ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. അത്ര തന്നെ. ശരി എന്നാൽ ബൈ ബൈ.